കാരുണ്യാഭിഷേകം, ആരാധിക്കുന്ന ജീവിതങ്ങൾ, കാരുണ്യാഭിഷേകം, കാരുണ്യാഭിഷേകം. ഈശ്വര പ്രിയമുള്ളവരെ, ജീവിതത്തിൽ തകർച്ചകളിലൂടെ കടന്നു പോകുന്നവർ, പ്രശ്നങ്ങളിലൂടെ മുന്നോട്ട് പോകുന്നവർ, പ്രതിസന്ധികളിൽ പലപ്പോഴും അടിപതറുന്ന വിധത്തിലുള്ള ജീവിത സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുന്നവർ ശ്രദ്ധിക്കുക. നിങ്ങളുടെ ജീവിതത്തിൻ്റെ പ്രശ്നങ്ങളുടെ മുൻപിൽ അടിപതറുവാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. നിങ്ങളുടെ ജീവിതത്തിൻ്റെ പ്രശ്നങ്ങളിൽ നിങ്ങളതിൽ പരാജയപ്പെടുവാൻ നമ്മുടെ ദൈവം ആഗ്രഹിക്കുന്നില്ല. വിജയം നൽകുന്ന യോദ്ധാവാണ്. ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ശക്തി തിരിച്ചറിഞ്ഞാൽ അവിടെ ദൈവജനം ആ ശക്തി കൊണ്ട് പരാജയപ്പെടുത്തുന്ന തിന്മകളെ കീഴ്പ്പെടുത്തുന്ന ഒരു വലിയ ശക്തി ദൈവവചനത്തിനുണ്ട്. നാഹൂമിൻ്റെ പുസ്തകം 1-ാം അധ്യായം അതിൽ 10-ാമത്തെ വാക്യം ഇപ്രകാരമാണ് പറയുന്നത്: കെട്ട് പിണഞ്ഞ് കിടക്കുന്ന മുൾപടർപ്പ് പോലെ, ഉണങ്ങിയ വൈക്കോൽ പോലെ അവർ ദഹിപ്പിക്കപ്പെടും. അതായത് നമ്മെ പരാജയപ്പെടുത്തുന്ന, നമ്മെ കീഴ്പ്പെടുത്തുന്ന, നമ്മുടെ സമാധാനം നഷ്ടപ്പെടുത്തുന്ന, നമ്മുടെ സ്വസ്ഥത കളഞ്ഞുകുളിക്കുന്ന, നമ്മുടെ ജീവിതത്തിൻ്റെ ഉയർച്ചയെ പരാജയപ്പെടുത്തുന്ന അങ്ങനെ ജീവിത പ്രശ്നങ്ങൾ വൈക്കോൽ പോലെ, മുൾപടർപ്പ് പോലെ അത് കത്തി അമരേണ്ടതാണ് എന്ന് വചനം നമ്മെ പഠിപ്പിക്കുന്നു. നമ്മൾ മനുഷ്യരെ അല്ല നശിപ്പിക്കുന്നത്, മനുഷ്യരുടെ ഉള്ളിൽ നമ്മെ പരാജയപ്പെടുത്തുന്ന, തടസ്സപ്പെടുത്തുന്ന തിന്മകളെയാണ്. ഈ തിന്മയെ കീഴ്പ്പെടുത്താനാണ് ദൈവവചനം, ദൈവശക്തി. യെശയ്യായുടെ പുസ്തകം 10-ാം അധ്യായം അതിൽ 17-ാമത്തെ വാക്യത്തിൽ നമുക്ക് ദൈവത്തിൻ്റെ വചനം എത്ര മനോഹരമായിട്ടാണ് ഈ മുൾപടർപ്പിനെ കത്തി ചാമ്പലാക്കുന്നത് അവിടെ നിന്ന് പറയുന്നുണ്ട്. 10:17 അവിടുന്ന് പറയുകയാണ്: ഇസ്രായേലിൻ്റെ പ്രകാശം അഗ്നിയായും അവൻ്റെ പരിശുദ്ധനൊരു ജ്വാലയായും മാറും. അത് ജ്വലിച്ച് ഒറ്റ ദിവസം കൊണ്ട് അവൻ്റെ മുള്ളുകളും മുൾച്ചെടികളും ദഹിപ്പിച്ച് കളയും. പ്രിയമുള്ളവരെ, ദൈവത്തിൻ്റെ ശക്തി പ്രശ്നങ്ങളെ പരാജയപ്പെടുത്തുവാൻ നാം അനുവദിക്കണം. ജീവിതത്തിൻ്റെ നമ്മുടെ മുന്നോട്ടുള്ള യാത്രയിൽ നാം നേരിടുന്ന ഓരോ പ്രതിസന്ധികളിലും ഇതുപോലെ ദൈവശക്തി, ദൈവവചനം, ദൈവത്തിൻ്റെ കൃപ, ദൈവത്തിൻ്റെ അഭിഷേകം ഈ പ്രശ്നങ്ങളെ കത്തിച്ചാമ്പലാക്കുവാൻ കഴിയുന്നതാണ്. നാം ആ ശക്തി തിരിച്ചറിഞ്ഞ് ദൈവശക്തി വെളിപ്പെടണമേ എൻ്റെ ജീവിതത്തിൽ, ഈ പ്രതിസന്ധിയിൽ കർത്താവേ നിൻ്റെ കരം എൻ്റെ കൂടെ ആയിരിക്കണമേ എന്ന് പ്രാർത്ഥിക്കണം. അങ്ങനെ ശക്തന്മാരായ നല്ല ശക്തിയുള്ള ഒരു ദൈവത്തിൻ്റെ കൂടെയാണ് ഞാൻ. ആ ബോധ്യം നമുക്കുണ്ടാകണം. നമ്മുടെ മുൻപിലുള്ള പ്രശ്നങ്ങളെ പർവ്വതീകരിക്കുകയും നമ്മുടെ സർവശക്തനായ ദൈവത്തിൻ്റെ കൃപ നിസാരവൽക്കരിക്കുകയും ചെയ്യരുത്. എത്ര പ്രശ്നമായാലും പ്രതിസന്ധിയായാലും അതിനെ കീഴ്പ്പെടുത്തുവാൻ കഴിവുള്ള ഒരു ദൈവം നിൻ്റെ കൂടെയുണ്ട്. ഞാൻ വിജയം നൽകുന്ന യോദ്ധാവാണ്. നീ ശക്തനും ധീരനുമായിരിക്കുക, ഞാൻ നിൻ്റെ കൂടെയുണ്ട്. ജോഷിയോട് പറയുന്നില്ല കർത്താവ്. അതുകൊണ്ട് നമ്മുടെ പ്രശ്നങ്ങളുടെ മുമ്പിൽ അടിപതറാതെ നിൽക്കുവാൻ ഒരു ദൈവത്തിൻ്റെ സഹായം നമുക്ക് ആവശ്യപ്പെടാം, യാചിക്കാം, വിശ്വസിക്കാം, കാത്തിരിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ആദിയിൽ വചനമുണ്ടായി, വചനം മാംസമായി, മണ്ണിൽ പ്രജാപതി രക്തം ചിന്തി യാഗമായി എനിക്കായി നീ ക്രൂശിതനായി. കാൽവരിയിൽ യാഗമായി ആദിയിൽ വചനമുണ്ടായി, വചനം മാംസമായി. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.